ഈ ദൈവം പറയുന്നത് കേട്ടനുസരിച്ച് ദൈവത്തിന്റെ സമയം വരെ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ നീ മരിക്കുന്നിടം വരെ മാത്രമല്ല തലമുറയോളം അതൊരു ശാപം, തലവേദനയായിരിക്കും. We are the seed of Abraham. Abraham was extremely rich. ഉൽപ്പത്തി 22-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം എല്ലാവരും ബൈബിൾ എടുത്ത് ശ്രദ്ധിച്ചിരിക്കണം. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാലിക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറകു കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാലിക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്നു പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു തൻ്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകും ഉണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തുമേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തി എടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന്, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു തൻ്റെ മകന് പകരമായി യാഗം കഴിച്ചു, യാഗം അർപ്പിച്ചു. ഈ അബ്രഹാമിന്റെ ജീവിത ചരിത്രങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? വളരെ ശാന്തമായിട്ട് ഞാൻ പറയാം. ഈ ഉൽപ്പത്തി 22-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്ന ആ ചില വഴികളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഈ ദൈവത്തോടുള്ള വിശ്വാസവും സ്നേഹവും അനുസരണവും, ഈ അനുസരണവും കർത്താവുള്ള ഇന്റിമസി, കർത്താവിനോടുള്ള വിശ്വാസവും ഇല്ലാതെ ദൈവികമായ ഒരു അനുഗ്രഹവും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. കർത്താവിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹം ഏത് വഴിയിലൂടെ കിട്ടേണ്ടത്? 1 വിശ്വാസം, 2 സ്നേഹം. ആരോട്? ദൈവത്തോട്. 3 അനുസരണം. യേശു കർത്താവിന്റെ ലൈഫിലും അങ്ങനെ അല്ലായിരുന്നോ? ദൈവത്തോടുള്ള സ്നേഹവും ക്രൂശിന്റെ മരണത്തോളം അനുസരണം. 3 പിതാവാൻ ദൈവത്തോടുള്ള വിശ്വാസം. അബ്രഹാമിന്റെ ലൈഫിലും ഇത് തന്നെയായിരുന്നു അനുഗ്രഹത്തെ വിളിച്ചുകൊണ്ടുവന്നത്. വേറെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ 3 കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടോ എന്ന് ദൈവം ചെക്ക് ചെയ്യും. ഈ ചെക്ക് ചെയ്തതിന്റെ പേരാണ് പരീക്ഷ. നമ്മൾ 1 വർഷം പഠിച്ച സിലബസ് നമ്മുടെ മനസ്സിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു വഴിയാണ് എക്സാമിനേഷൻ, എക്സാം. അതിന്റെ മലയാളത്തിന്റെ പേരെന്താണ്? പരീക്ഷ. അത് നിർബന്ധമായി നമ്മൾ എഴുതിയാലേ പറ്റൂ, എന്നാലേ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാകത്തുള്ളൂ, അല്ലേ? അബ്രഹാമിന്റെ ലൈഫിൽ
ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള വിശ്വാസവും ആ താഴ്മയും ആ ബഹുമാനവും ഉണ്ടോ എന്ന് ദൈവം എന്ത് ചെയ്യുക? പരീക്ഷിക്കുകയാണ്. യേശു കർത്താവിനെ പരീക്ഷിച്ചില്ലേ? പരീക്ഷിച്ചോ? പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ എങ്ങനെയാ ജയിച്ചത്? വചനം കൊണ്ട് പിശാചിനെ ജയിച്ചു, പരീക്ഷയെ ജയിച്ചു, ആത്മശക്തിയാൽ പുറത്തു വന്നു. യോബിന് പരീക്ഷയില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. യോബിന്റെ ക്വാളിറ്റി എന്തുവാ? നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും. പക്ഷെ എങ്ങനെയാ പരീക്ഷയെ ജയിച്ചേ? അസാധാരണമാകുന്ന വിശ്വാസം ദൈവത്തോട്, ക്ഷമ കൊണ്ടും താഴ്മ കൊണ്ടും ആ പരീക്ഷയെ ജയിച്ചു. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ സകലത്തെയും ഇരട്ടിയായി എന്ത് ചെയ്തു? തിരിച്ച് നൽകി. ഈ നമ്മുടെ ജീവിതത്തിൽ ഈ പരീക്ഷകൾ വരുമ്പോഴേ ഒന്നോർത്തോണം, ഈ നമ്മുടെ ജീവനൊന്നും സംഭവിക്കത്തില്ല. ചിലർ പോയി ആത്മഹത്യ ചെയ്യും. അത് ഏത് മതമായാലും, നമ്മുടെ പെന്തക്കോസ്തുകാരായാലും, ആത്മാവിൽ നടക്കുന്നവരെന്ന് പറയുന്നവർ, ആത്മാവിൽ നടക്കുന്നവർ ഒരിക്കലും ചെയ്യത്തില്ല. നമുക്ക് തോന്നും ആത്മാവിൽ നടക്കുന്നവരാണെന്ന് തോന്നിയാൽ പോലും അവർ ചെറിയ അബദ്ധങ്ങൾ കാണിക്കാൻ സാധ്യത. ഒന്നുകിൽ അവർ പിന്മാറിപ്പോകും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി അവരുടെ ലൈഫിൽ വന്നാൽ റയറാ, പക്ഷെ അബദ്ധം കാണിക്കും. ആത്മാവിൽ നടക്കുന്നവൻ വിശ്വാസത്തിൽ കയറും. എന്നാൽ ഒരു പരിധി വരെ അവർക്ക് വിശ്വാസം വരത്തുള്ളൂ. നാം ചിന്തിക്കുന്ന ഒരു പരിധിയുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്നൊരു വിശ്വാസമാണ്, അല്ലേ? ചിലർ പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ ഹിതം മാത്രം നടക്കണം, എൻ്റെ കുഞ്ഞിന്റെ കല്യാണം കർത്താവേ നിന്റെ ഹിതത്തിൽ, കർത്താവ് ഇഷ്ടപ്പെട്ട, കർത്താവിന് ഹിതമുള്ള സമയത്ത് വ്യക്തിയിൽ വിവാഹം നടക്കണം. ഏപ്രിൽ 25 മുമ്പ് അത് നടന്നിരിക്കും. വിശ്വാസ പ്രഖ്യാപനവും വിശ്വാസം കൂടെ ക്രാഷായി. ദൈവം അങ്ങനെ സന്തോഷിച്ചിരിക്കുക. ഓക്കെ, എൻ്റെ ഹിതമാണ്, എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മകൻ എൻ്റെ ഹിതം അന്വേഷിക്കുകയാണല്ലോ, ഓക്കെ കൊടുക്കാം, തീർച്ചയായിട്ടും, ഓക്കെ എൻ്റെ ഹിതത്തിലൊക്കെ. അടുത്ത ഏപ്രിൽ 25 ദൈവം ഞെട്ടുവാ. നീ അവിടെ നീ അല്പം കൂടെ ഒന്ന് വിശ്വാസം പഠിക്കാനുണ്ട്. അതായത് ചെറുത് ലേറ്റ് ആകുന്നേ. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയത്തെ നാം നീട്ടുന്നേ, നമ്മുടെ അവിശ്വാസമാണ് നീട്ടുന്നേ. കർത്താവ് പറയാം, എനിക്ക് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ അകത്തെ വിശ്വാസം വർദ്ധിക്കണം. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയണം. ഇയ്യോബിന്റെ ജീവിതത്തിൽ നിന്ന് സ്വന്തം മക്കൾ മരിച്ചു. അത് ദൈവം അനുവദിച്ചതാ. ഇയ്യോബിനോട് ഭയങ്കര വിശ്വാസം ദൈവത്തിന്. നമുക്ക് ഭയങ്കര വിശ്വാസം ദൈവത്തിന്, പക്ഷെ ദൈവത്തിന് നമ്മളെ വിശ്വാസം ഇല്ല ചിലതിൽ. ഞാൻ നിന്നെ അനുഗ്രഹിച്ചാൽ, ഇപ്പോൾ നീ പറയുന്ന ഈ തുക നിനക്ക് തന്നാൽ, അല്ലെങ്കിൽ നീ പറയുന്ന സമയത്ത് ഞാൻ ഇത് അനുവദിച്ച് തന്നാൽ, ചിലപ്പോൾ നീ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ വരുന്ന ഒരു കാര്യം ഞാൻ പറയാം, കാരണം ഞാൻ ആഡ് ചെയ്യാം. പക്ഷെ ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന് ഭയങ്കര വിശ്വാസം. ഇയ്യോബിനെ ഒന്ന് ഒലയ്ക്കാൻ വേണ്ടി പിശാചും ദൈവം കൂടെ ഭയങ്കര വാഗ്വാദം നടക്കുക. എൻ്റെ ഭാവനയിൽ, അല്ലെങ്കിൽ എൻ്റെ അകത്തെ ആ ഒരു ചിന്തയിൽ ഞാനിങ്ങനെ പറയുകയാണ്, അങ്ങയുടെ മകൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദാസൻ എന്ന് പറയുന്ന ഇയ്യോബ്, ഞാനൊന്ന് അനക്കിക്കഴിഞ്ഞാൽ നിന്നെ തള്ളിപ്പറയും. അപ്പൊ ദൈവം പറഞ്ഞു, ഇല്ല, തള്ളി പറയത്തില്ല. ഇങ്ങനെ ഒരു വാക്ക് തർക്കം നടക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, ഒരു കാര്യം ചെയ്യും, നീ തൊട്ടോ, എനിക്ക് വിശ്വാസം ഉണ്ട് അവനെ തള്ളി പറയത്തില്ലെന്ന്, നീ തൊട്ടോ. പക്ഷെ തൊട്ടാൽ ഒരു കാര്യം, അവന് പ്രാണഹാനി വരുത്തരുത്, അവനുള്ളതെല്ലാം നീ നശിപ്പിച്ചു കളഞ്ഞു. നമുക്ക് കാണാം, അവന് പിശാചിനോട് ചലഞ്ച് ചെയ്യുക ദൈവം. ആരുടെ വിശ്വാസത്തിൽ? ഇയ്യോബിനോടുള്ള. ദൈവത്തിന് നമ്മുടെ പേരും പറഞ്ഞിട്ട് ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? യേശു കർത്താവ് പത്രോസിനോട് പല പ്രാവശ്യം പിശാച് നിന്നെ ഒന്ന് തൊടാൻ എന്നോട് അനുവാദം ചോദിച്ചു. മോനെ, നിന്റെ വിശ്വാസത്തിൽ നിന്ന് തന്നെ നീ പോകുന്നു ഭയന്നിട്ട് ഞാൻ പിശാചിനെ
അനുവദിച്ചില്ല. ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. പത്രോസിനെ ഒന്ന് തൊടാൻ പിശാച് പല പ്രാവശ്യം. ഈ പത്രോസിന്റെ പ്രത്യേകത, യേശുവിനെ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ യേശു കൂടുതൽ സ്നേഹിച്ചത് ആരെയാ? യോഹന്നാനെ. പക്ഷേ പത്രോസ് യേശു എന്ന് പറഞ്ഞാൽ മരിക്കും. യേശുവിനെ തൊടണമെങ്കിൽ എന്നെ കൊല്ലണം. പത്രോസാണ്. അവിടെ യേശുവിനെ പിടിക്കാൻ വന്ന പടയാളുടെ കഴുത്തിന് വെട്ടിയതാ, അല്ലെങ്കിൽ നെഞ്ചത്ത് കുത്താൻ വന്നതാ, ഒഴിഞ്ഞു മാറിയതാ, ചെവിക്ക് കൊണ്ട് ചെവി മുറിച്ച് തറയെ വീണ അതേ പത്രോസ്. യേശു കർത്താവ് പറയും, മോനെ, നിന്നെ പിശാച് ഇപ്പോ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ, പരീക്ഷിച്ചാൽ നീ വിശ്വാസത്തിൽ നിന്ന് തന്നെ പോവും. നീ എന്നെ തള്ളി പറഞ്ഞിരിക്കും. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നീ എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും, നീ എത്ര വീരശൂര പരാക്രമി എന്ന് പറഞ്ഞാലും, നിന്റെ മനസ്സ് എനിക്ക് അറിയാം. അതുകൊണ്ട് നിന്റെ മനസ്സിന് അത്ര ബലമൊന്നുമില്ല, സ്നേഹമൊക്കെ ഉണ്ട്, കാര്യമൊക്കെയാ. പക്ഷെ പിശാചിനോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി നിന്റെ ആത്മ മനുഷ്യന് വന്നിട്ടില്ല. അതുകൊണ്ട് വെയിറ്റ്. ശക്തി വരും. വെയിറ്റ്. പരിശുദ്ധാത്മാവിനെ കാത്തിരി. വെയിറ്റ്. അവൻ വരുമ്പോ നീ ശക്തി പ്രാപിക്കും. നിനക്ക് ശക്തിയില്ല, നിറവേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പരീക്ഷിക്കാൻ വിടത്തില്ല. പക്ഷെ യോബിന്റെ കാര്യത്തിൽ തിരിച്ചാ. നീ നിന്റെ സംഘവും നിന്റെ ടീമും മുഴുവൻ അവനെ തകർത്താലും അവൻ എന്നെ തള്ളി പറയത്തില്ല. എല്ലാം നശിച്ചു, രോഗിയായി, മക്കളെല്ലാം മരിച്ചുപോയി, കൊല്ലപ്പെട്ടു, വസ്തുവകൾ മുഴുവൻ നഷ്ടപ്പെട്ടു, ബിഗ് സീറോ. ഭാര്യ പറഞ്ഞു, നിങ്ങളിങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കാതെ പോയി തൂങ്ങിച്ചാകും, പോയി മരിക്കാൻ പറഞ്ഞു, പോയി ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു. ഇത്രയും വലിയ പരീക്ഷ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അവിടെ EMI 2 ലക്ഷം രൂപയുടെ കടഭാരവും ഒരു മൂക്കിപ്പനിയിലൊക്കെ ഉള്ളൂ. അതൊക്കെയല്ലേ ഉള്ളൂ. പിശാച് എല്ലാം എടുത്ത് കളയുമ്പോഴും യോബ് പറയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു. എനിക്ക് മക്കളെ തന്നോ? അത് ദൈവത്തിന്റെ മക്കളാ. സമയമായപ്പോ ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവം എടുത്തു. എനിക്കൊന്നും പറയാനില്ല. വസ്തുവകളോ ദൈവം തന്ന ദാനവാ, ഗിഫ്റ്റാ, ദൈവം എടുത്തു. ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതോ, ദൈവം ഒത്തിരി നാൾ ഞാൻ വെണ്ണ കൊണ്ടാ കാല് കഴുകിക്കൊണ്ടിരുന്നേ. ഞാൻ കഴിക്കുന്ന ഫുഡൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനേ കഴിയത്തില്ല. അതുപോലെ ഫുഡ് കഴിച്ചിരുന്നു. കുറച്ച് നാളെ ഞാൻ രോഗിയായിട്ടിരുന്നാൽ എന്നെ എപ്പോഴും സുഖ സൗകര്യങ്ങളിൽ അനുഭവിച്ചാൽ മതിയോ? കുറച്ച് നാളെ ഞാൻ രോഗിയായിട്ടിരിക്കട്ടെ. ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ എന്നെ സൗഖ്യമാക്കും. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ ഒരു വിശ്വാസം ദൈവത്തിൽ നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് കരുതി വിശ്വാസം കൂടി സ്നേഹം കൂടുമ്പം ഇതുപോലുള്ള പരീക്ഷയിൽ എന്നെ കടത്തി വിടും, അതുകൊണ്ട് ഭയപ്പെട്ട് അങ്ങനെ ദൈവം ചെയ്യത്തില്ല. കാലം ഒത്തിരി മാറി. ഇത് അന്ത്യകാലമാണ്. ഇനി അസാധാരണമാകുന്ന ദൈവത്തിന്റെ മഹത്വത്താലുള്ള ഇമ്പാർട്ടേഷൻ ദൈവം നമുക്ക് തരാൻ പോകുകയാണ്. കാരണം ദൈവത്തിന് ഇനി സമയമില്ല. കർത്താവിന്റെ നാമം വിളിച്ചറിയിക്കുവാൻ, അല്ലെങ്കിൽ ഈ നാമം എത്താനുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അടുത്ത ആഴ്ച സിസ്റ്റർ ഇവിടുന്ന് നോർത്ത് ഇന്ത്യക്ക് പോവാ അല്ലേ? സിസ്റ്റർ ഫെബ്രുവരി പോവാ. കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി പോവാ. നോർത്ത് ഇന്ത്യ, UP, ഉത്തർപ്രദേശിൽ പോവാ. ഒന്നും നോക്കുന്നില്ല. സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് പോലും ഭയവാ. ഒരു സ്ത്രീയാ, ആത്മഭാരം കൊണ്ട് കർത്താവിന്റെ വേലയിൽ, അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ, ഏൽപ്പിച്ചിരിക്കുന്ന അഭിഷേകത്തിൽ ആത്മാക്കളെ നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോവാ. ഡെഡിക്കേഷൻ. ഇതൊക്കെ ദൈവത്തിന്റെ മനസ്സിൽ ഒരു വജ്രം പോലെ കിടക്കുന്ന കാര്യങ്ങളാണ്. വജ്രം പോലെ കിടക്കുന്ന കാര്യങ്ങൾ. അഭിഷേകം ലഭിച്ചിട്ട് ഇത്രയും നാളായി, ഒത്തിരി വർഷങ്ങളായി. കർത്താവ് ചോദിക്കുമ്പോൾ, നിനക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകം നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ നമ്മൾ കൈമറത്തി കാണിക്കരുത്. അയ്യോ, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റിയില്ല.
സ്നാനം നടത്താൻ പറ്റിയില്ല, കർത്താവിന്റെ സുവിശേഷം അറിയിക്കാൻ പറ്റിയില്ല. സുവിശേഷത്തെ കുറിച്ച് എന്ത് ചെയ്യരുത്? ലജ്ജയുണ്ടാകാൻ പാടില്ല. അഭിഷേകം ലഭിച്ചു, ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. പുറപ്പെടണം. അപ്പൊ ഇയ്യോബിനുണ്ടായ പരീക്ഷ നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ താഴ്മയില്ലേ, ക്ഷമയില്ലേ, ദൈവത്തോടുള്ള വിശ്വാസമില്ലേ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായി ഇയ്യോബിന് ലഭിച്ചു. ഇതുപോലൊരു ഒരു 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 പരീക്ഷയിൽ അബ്രഹാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വായിച്ചു കേട്ടില്ലേ അബ്രഹാമിന്റെ ചരിത്രം? നമ്മുടെ പ്രത്യേകത, നമുക്ക് പരീക്ഷയൊന്നും വേണ്ട, നമുക്ക് അനുഗ്രഹം മാത്രം മതി. ഓരോ അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുമ്പോഴും തൃപ്തരല്ല. ആണോ? എനിക്ക് സാമ്പത്തികമായി കർത്താവിനെ അനുഗ്രഹിക്കണം. ഓക്കെ, ഞാൻ അനുഗ്രഹിക്കാൻ പോവാണ്. ഒരു 1 കോടി രൂപ കർത്താവ് സെൻഡ് ചെയ്തു. ഓക്കെ, 1 കോടി കാണാനൊരു സുഖമില്ല. കർത്താവെ 1 കോടിയും കൂടെ തരണം. അപ്പോൾ വൈഫ് പറയുക, പ്രോജക്റ്റ് ഇട്ടു, ഇങ്ങനൊരു വീട്, ഒരു ഫ്ലാറ്റ് അവിടെ മേടിക്കണം, പിള്ളേരെ ഇന്നെ കോളേജിൽ പഠിപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് പിള്ളേരെ UP വിടണം, ജർമ്മനി വിടണം. എല്ലാം നോക്കിയപ്പോൾ 1.5 കോടിക്ക് പുറത്തായി ചെലവ്. ദൈവം എത്ര തന്നേ? ഒരു ഉദാഹരണമാണേ പറയുന്നേ. തൃപ്തരല്ല. വീണ്ടും വീണ്ടും അടുത്ത വർഷം 1.5 കോടി കിട്ടി, അതിന്റെ ആവശ്യം കൂടെ കഴിഞ്ഞു കഴിഞ്ഞ് എക്സസാ. പാസ്റ്ററെ, കുഞ്ഞിനെ ജർമ്മനി വിടണം, 50 ലക്ഷം രൂപ ഡൊണേഷൻ വേണം, പ്രാർത്ഥിക്കണേ. ഓക്കെ, പ്രാർത്ഥിക്കാം. വീണ്ടും തന്നു. അയൽവക്കത്ത് ഒരു ഡെഡിക്കേഷൻ നടക്കുന്നു. എല്ലാവരും കൊടുത്തേക്കാളും ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അല്ല, നമ്മുടെ പ്രാർത്ഥനകളില്ല, കർത്താവെ ഞങ്ങളെ എല്ലാവരെക്കാളും അനുഗ്രഹിക്കണം. അടുത്തൊരു വാക്യം കൂടെ എടുത്ത് ദൈവത്തിനെങ്കിലും, ദൈവത്തെ സേവിക്കാത്തവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം കർത്താവെ നീ അയൽവക്കത്തക്കാരെ കാണിച്ചു കൊടുക്കണം. ഇന്റൻഷൻ എന്തുവാ? അവരെക്കാൾ വലിയ കാറ് എനിക്കുണ്ടാകണം, അപ്പുറത്തേക്കാൾ വലിയ ഡ്രസ്സ് എനിക്കുണ്ടാകണം. അവന്റെ കുഞ്ഞ് ഓസ്ട്രേലിയ ആണെങ്കിൽ എന്റെ കുഞ്ഞ് അമേരിക്കയിൽ. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിഷനുകളൊക്കെ നല്ലതാ, ഉയർച്ചയില്ല. പക്ഷേ ഞാൻ എപ്പോഴും വർഷിപ്പിൽ പറയുന്നൊരു കാര്യമുണ്ട്, തന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. പരാതികൾ മാറ്റിവെക്കണം. കിട്ടാത്തതിനെ ചൊല്ലി പരാതി പറച്ചിൽ നിർത്തുക. സ്തുതി. താങ്ക് യു ലോർഡ്. തന്നല്ലോ, തന്നതിന് നന്ദി. നിങ്ങൾ മക്കളുള്ളവരൊക്കെ ഇന്ന് കാര്യങ്ങൾ ഉയർത്തും, ഞാൻ ഉയർത്തും. നിങ്ങൾ ഒത്തിരി നാള് അധ്വാനിച്ചിട്ട് കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഒരു ഏറ്റവും നല്ല സർപ്രൈസ് നിങ്ങൾ കൊടുക്കുക. ഏറ്റവും നല്ലൊരു സാധനം മേടിച്ചിട്ട് മക്കള് പറയും, ഓ ഇതോ കിട്ടിയോളോ, ഇത്രയേ ഉള്ളോ, ഇതല്ല ഞാൻ ആഗ്രഹിച്ച 16 Pro Max ഉള്ളൂ, 17 Pro Max ആയപ്പ എന്ന് ഇന്നിനെ ഇപ്പൊ മേടിച്ചേ 18 2 മാസം കഴിയുമ്പോ ഇറങ്ങുമല്ലയോ. ഈ അപ്പൻ മേടിച്ചു കൊടുത്തത് ഭയങ്കര ആഗ്രഹത്തില്ല. ഈ മകൻ അല്ലെങ്കിൽ മകൾ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ മേടിച്ച് നന്ദി പറയും, അല്ലെങ്കിൽ വന്നൊന്ന് ഹഗ് ചെയ്യും, അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറയൂ എന്ന് കരുതിയിട്ടാ മേടിച്ചു കൊടുത്തേ. ഈ അപ്പന്റെ സാമ്പത്ത് അത്രേ ഉള്ളൂ, ഒരു സാമ്പത്തിക ശേഷി, ആ സാധനം മേടിക്കാനുള്ള സാമ്പത്തിക ശേഷിയേ ഉള്ളൂ. മക്കൾ എന്താ പറയുന്നേ? തൃപ്തരല്ല. ഇതുപോലെയാണ് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ. 21-ാം തീയതി ഞായറാഴ്ച എനിക്ക് ശ്വസിക്കാൻ കുറച്ച് ഓക്സിജൻ കരുതി വെക്കണം. ആരെങ്കിലും കരുതിയോ? ഞായറാഴ്ച, തിങ്കളാഴ്ച, അടുത്ത ഒരാഴ്ച കിണറിൽ വെള്ളം വേണം. കരുതിയോ? ഇതൊക്കെ എവിടെന്നാ വന്നേ? ദൈവം തന്നതല്ലേ. അതിനെയൊക്കെ ഒന്ന് ഓർത്ത് കർത്താവിനെ സ്തുതിച്ചുകൂടെ? അതൊക്കെ പിശാചിങ്ങനെ മറച്ചു വെച്ചേക്കുക. നീക്ക് നിനക്ക് ലഭിച്ചത് അല്ലെങ്കിൽ നാം അനുഭവിക്കുന്നതൊക്കെ മറച്ചു വെച്ചിട്ട് ചോദിച്ചതിന്റെ താമസത്തെ ഓർത്ത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. കിട്ടിയതിനെ കുറിച്ച് ആദ്യം നന്ദി പറ. താമസിക്കുകയാണോ? ആ താമസം നിൽക്കുന്ന ഡിലേ വരും. ദൈവം നോക്കുന്നത് നമ്മുടെ മനോഭാവമാണ്.
നമ്മുടെ ഹൃദയം ദൈവം നോക്കുന്നു. ദൈവത്തിന് വിശ്വാസം വേണം. നിനക്കൊരു അനുഗ്രഹം തന്നാൽ നന്ദിയോടെ എൻ്റെ മുമ്പിൽ വരുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിൽ നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിന്നെ നിറച്ചിരിക്കും. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, വിശ്വസിക്കുക. വിശ്വസിക്കുക. അബ്രഹാമിന്റെ വിശ്വാസം ഭയങ്കര. അബ്രഹാമിനെ ദൈവം വിളിച്ചത് എന്തിനാണെന്നറിയാമോ? ഭയങ്കര. കർത്താവ് ഇന്ന് രാവിലെ എന്നോട് ഭയങ്കരമായിട്ട് സംസാരിച്ചു ആ കാര്യത്തിൽ. അബ്രഹാം മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മക്കളുണ്ടാകുന്നുണ്ട്. വായിച്ചിട്ടുണ്ടോ അത്? വായിച്ചിട്ടില്ല? ഒത്തിരി പേർക്ക് പ്രാർത്ഥിച്ച് അവർക്ക് ഒത്തിരി വിടുതല. പക്ഷെ അബ്രഹാമിന് എന്തില്ല? മക്കളില്ല. ദൈവത്തിന് കൊടുക്കാൻ പാടില്ലേ? നിസ്സാരം. കാരണം ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. ദൈവവും അബ്രഹാമും ഭയങ്കര സുഹൃത്ത് ബന്ധമാണ്, ഭയങ്കര സ്നേഹമാണ്. എന്താ ഈ പറയുന്നേ? നമ്മളാണ് പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, അങ്ങയുടെ നാമം, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരെ കർത്താവ് അങ്ങ് പോകും. ഈ അബ്രഹാമിന്റെ ദൈവത്തോട് സംസാരിക്കുന്നില്ല. അതെ, ഒരു കാര്യം പറയാറുണ്ട്, നിന്നേ നീ വന്നേ, ഇങ്ങനെയൊക്കെയുള്ള സന്ധ്യ സംഭാഷണങ്ങളാ അബ്രഹാം ദൈവമായിട്ടുള്ള. കാരണം ഒരു സുഹൃത്തിനോടെന്ന പോലെ എന്തോ ബന്ധമാണ്. എപ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കാണുന്ന ദൈവത്തിന്റെ മുഖം. ഗുഡ് മോർണിംഗ്, ഹലോ. ഉറങ്ങുമ്പം ദൈവമേ ഗുഡ് നൈറ്റ്, ഞാൻ ഉറങ്ങുക. ദൈവം ഒന്ന് കാവലിരിക്കും, ഉറങ്ങാതെ കാവലിരിക്കും. എഴുന്നേൽക്കുമ്പം നോക്കുന്നത് മുഖം. എൻ്റെ കുഞ്ഞ്, എൻ്റെ വൈഫ് രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ പോകും. അപ്പം എൻ്റെ കുഞ്ഞ് ഉണർന്ന് കാണുന്നത് എൻ്റെ മുഖമാണ്. അപ്പം അവൾ ഉണരുമ്പം കാണുന്നത് അവളുടെ അപ്പൻ്റെ മുഖമാണ്. അതുപോലെ അബ്രഹാം കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് പിതാവാം ദൈവത്തിൻ്റെ മുഖം. അവർ നടക്കുന്നത് ഒരുമിച്ച, അവർ സംസാരിക്കുന്നത് ഒരു സ്നേഹിതനെന്ന പോലെ. അങ്ങനെയല്ലേ ബൈബിൾ എഴുതിയിരിക്കുന്നത്? ഒരു സ്നേഹിതനെന്ന പോലെ. ദൈവത്തിന് ഇഷ്ടം നീ എപ്പോഴും എൻ്റെ മുഖം കാണാനാ. എന്താ മക്കളില്ല ഇത്രയും നാള്? നീ മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നിന്റെ മുഖം മാറും. എൻ്റെ മുഖത്ത് നിന്ന് അല്പം ഒന്ന് അതിലേക്ക് പോവും. വാഗ്ദത്വമുണ്ട്, ഒത്തിരി വാഗ്ദത്വമുണ്ട്. അബ്രഹാമിന്റെ മക്കളെ കൊടുത്തു. കുറേ നാള് നോക്കി ദൈവം ഇങ്ങനെ നോക്കിട്ടെ. 100 വർഷം ഇങ്ങനെ കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ടിരുന്ന, സ്നേഹിച്ചുകൊണ്ടിരുന്ന, കൂടെ നടന്നുകൊണ്ടിരുന്ന, ഒരു കട്ടൻ ചായ കുടിക്കണമെങ്കിലും പോലും ആരെ വേണം? ദൈവം വേണം. ഒന്ന് കൊട്ടാരക്കര വരെ പോയിട്ട് വരണമെങ്കിലും ആര് വേണം? ദൈവം വേണം. ഇപ്പം കൂട്ടുമാറി. ഇസ്ഹാക്കിനോടായോ എന്നൊരു സംശയം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇസ്ഹാക്കിന്റെ മുഖം കാണുന്നു, രണ്ടാമത് ദൈവത്തിന്റെ മുഖം കാണുന്നു. ദൈവത്തെ വിട്ടിട്ടില്ല. എവിടെ പോയാലും ആരെ വേണം? യാഗം കഴിക്കണമെങ്കിൽ ആര് വേണം? ഇസ്ഹാക്ക് വേണം. കാരണം ഇസ്ഹാക്ക് ചോദിച്ചത്, നമ്മൾ സാധാരണ യാഗം കഴിക്കുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ പോന്നെ. ഒരു മിസ്സിങ് ഉണ്ടല്ലോ. എന്തുവാ? ആടില്ല, യാഗവസ്തു. അതിനർത്ഥം എന്താ? ജനിച്ചപ്പോ മുതൽ ഇസ്ഹാക്ക് കണ്ടുവരികയാണ് അപ്പന്റെ യാഗം. അപ്പൊ എവിടെ യാഗം കഴിക്കാൻ പോയാലും ആരുണ്ട്? ഇസ്ഹാക്കുണ്ട്. അപ്പൊ ദൈവത്തിനൊരു സംശയമുണ്ട്. ഇത്രയും നാൾ എൻ്റെ കൂടെ നടന്നേ, ചെറിയ എന്തോ സ്നേഹത്തിന് ഇച്ചിരി വ്യത്യാസമുണ്ടോ? അജിത് പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചു ചോദിക്കുന്നു, പാസ്റ്റർ ശ്യാം, പണ്ടത്തെ പോലെ സ്നേഹം ഇച്ചിരി കുറവുണ്ട്. മൈൻഡ് ചെയ്യാറില്ല, ഒന്നുമില്ല. അദ്ദേഹവും ബിസി, ഞാനും ബിസി. പക്ഷെ മനസ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മനസ്സ് തമ്മിൽ, മൊബൈൽ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കുറവാ. പക്ഷെ ഈ ബന്ധം അങ്ങനെയല്ല. 24 hours ശ്വാസം എടുക്കാനും നടക്കാനും, എടുക്കുമ്പോഴും വെക്കുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും ഓടുമ്പോഴും യാഗം കഴിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഒക്കെ ദൈവം 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 ദൈവം. അബ്രഹാമൻ, ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ ഈ 22-ാമത്തെ അധ്യായം ഇങ്ങനെ വായിച്ചു വരുമ്പം, ഞാൻ ഒരു 2-3 വർഷത്തിന് മുൻപാ ഇത് വിശദമായിട്ടൊന്ന് വായിക്കുന്നേ. ഞാൻ ഈ പണ്ട് മുതൽ ഈ സൺഡേ സ്കൂളിൽ പോയ സമയം മുതൽ ഞാൻ കേട്ട് വരുന്നത്,
അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി പേര് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ. ഈ അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. അങ്ങനെ വിറച്ച് പേടിച്ച് ദൈവത്തെ തള്ളി പറയാൻ പറ്റും, അതുമില്ല, വിഷമിച്ച് മനസ്സ് തകർന്ന് തരിപ്പണമായി, ചെയ്യാനും പറ്റത്തില്ല, ചെയ്യാതിരിക്കാനും കഴിയത്തില്ല, അത്ര സ്നേഹിച്ച് ആ കുഞ്ഞിനെ സാറയോട് പറയാതെ അതിരാവിലെ ഈ കുഞ്ഞിനെ കൊണ്ടുപോവാണ്. കൊണ്ടുപോയി ഈ മോറിയാമല എന്ന് പറയുന്നത്, ഇതിന് ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്ന ഓരോ വാക്കുകൾ. മോറിയാമലയിൽ ഇങ്ങനെ കയറുമ്പോഴും അബ്രഹാമിന്റെ മനസ്സ് മുഴുവനും തകർന്ന് തരിപ്പണമായി. ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ ഇനി സ്നേഹിച്ച ഈ മകനെ ഇപ്പൊ കൊല്ലാൻ പോവുകയാണ് ഇങ്ങനെ പറഞ്ഞ് ഇമോഷണലി വചനത്തെ നമ്മുടെ മേലെ ഇട്ടു. എന്നിട്ട് മേളിൽ ചെന്നിട്ട് അവനെ അങ്ങോട്ട് കിടത്തിയിട്ട് ആ കത്തി ഊരി കുത്തി അങ്ങോട്ട്, ആ കത്തിക്കും കഴുത്തിനും ഇടയിൽ ദൈവം അങ്ങോട്ട് അങ്ങ് കേറി നിന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ മോനെ, നീ തുടരുത്, വേണ്ട. ഞാൻ വായിച്ചപ്പോ അങ്ങനൊരു സംഭവമേ ഇല്ല. സത്യം, നിങ്ങൾ ഈ വായിച്ചു കേട്ടില്ലേ? ഇപ്പം അങ്ങനെ വല്ലതും നടന്നതായിട്ട് എഴുതിയിട്ടുണ്ടോ? മോറിയ മല എന്നൊരു മലയില്ല, മോറിയ ദേശം. അബ്രഹാമേ, മോറിയ ദേശത്ത് ചെല്ല്, അവിടെ ചെല്ലുമ്പോ നീ എന്നെ വിളിക്ക്, എന്നോട് ചോദിക്കേ. ഞാൻ പറയുന്ന മലയിൽ കൊണ്ടുപോയി, ആ മലയ്ക്ക് പേരൊന്നുമില്ല. ബൈബിള് വായിച്ചു, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അബ്രഹാം വളരെ സന്തോഷത്തോടു കൂടിയ ഇസഹാക്കിനെ കൊണ്ടുപോയി. ഒരു ചിന്തയില്ല, ഒരു ടെൻഷനും ഇല്ല, ഒരു ഭയവും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? വളരെ കൂൾ, ഭയങ്കര സന്തോഷം. അവര് മല കയറി, അവിടെ ചെന്നു. ഈ കത്തി ഊരി കുത്തി ഇങ്ങനെ വന്ന സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിനകത്ത് ദൈവം ഇടയ്ക്ക് കയറി നിന്നു. അങ്ങനെയല്ലേ നിങ്ങൾ കേട്ടെ? ഞാൻ കേട്ടത് അങ്ങനെ. അയ്യോ, കത്തി എടുത്ത് കുത്തിയൊന്നുമില്ല. ഇസഹാക്കിനെ അറുക്കേണ്ടതിന് അബ്രഹാം കൈ നീട്ടി വാളെടുത്തു. കത്തി എടുത്തപ്പോ ആകാശത്ത് ദൈവത്തിന്റെ ദൂതനാ. ദൈവം ഒന്ന് ഇറങ്ങി വന്ന് കത്തിയുടെ ഇടയ്ക്ക് നിന്നില്ല. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് പറഞ്ഞു, അബ്രഹാമേ, നീ കുഞ്ഞിനെ ദോഷമായിട്ടൊന്നും ചെയ്യല്ലേ, നിന്നെ പരീക്ഷിച്ചതാ. നിന്റെ മകനായ ഇസഹാക്കിനെ എനിക്ക് തരാൻ മടിക്കായി കൊണ്ട് നിനക്ക് ദൈവത്തോട് ഭയം ഉണ്ടെന്ന് തെളിഞ്ഞു. സ്റ്റോപ്പ്. ഇത്രയേ ഉള്ളു സംഭവം. അതിനെനിക്ക് ഇമോഷണലി കൊണ്ടുവന്ന് ഈ മലയാളി അബ്രഹാമിനെ ആക്കി തന്നു. സത്യം, നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മുടെ മലയാളി ഇമോഷനില്ലാത്ത ഇങ്ങനെ ഡിസൈൻ ചെയ്ത് അതങ്ങനെ ഒരു വെളിപ്പാടുണ്ടാക്കി. അബ്രഹാം എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ പിതാവാ. ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം വിശ്വാസത്തില. ഞാനൊരു കാര്യം ഞാൻ പറയാം. മുറിങ്ങ വന്നേ, ഞാനൊരു ഉദാഹരണം കാണിക്കുക. നീ കീബോർഡ് വായിക്കണം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാതെ. ജെയ്സന്റെ കയ്യിൽ മൊബൈലൊന്നുമില്ല. എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഇങ്ങനെ. എനിക്കൊരു കട്ടൻ ചായ എടുക്കണമെങ്കിൽ ജെയ്സാ കട്ടൻ കൂടെ എഴുതി. അപ്പൊ ഞാൻ വൈഫിനെ വിളിച്ചു പറയാം, മോളെ ഞാൻ ഇന്ന് വരത്തില്ല, ഞാൻ ജെയ്സന്റെ കൂടെ. എപ്പോഴും ജെയ്സൺ വേണം, മിനിസ്ട്രിക്ക് പോകുമ്പോഴും ജെയ്സൺ വേണം. അത്ര സ്നേഹമാണ്. അപ്പൊ ജെയ്സൺ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ ചാവും. പാസ്റ്ററെ, ഞാനങ്ങ് വരുവാ. രാവിലെ വന്ന് എൻ്റെ ഷൂ ഒക്കെ ഒന്ന് തുടച്ച് വെച്ച് എൻ്റെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി, പിന്നെ അങ്ങനെ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ സ്നേഹം കൊണ്ടാ. എന്ത് ചെയ്യണം, എന്തും ചെയ്യും. അതുപോലെ ജീവൻ വേണമെങ്കിലും വരും. എന്നെ ഒരാൾ തൊടണമെങ്കിൽ ജെയ്സൺ തൊടണം. അതുപോലെ സ്നേഹബന്ധത്തിൽ നിൽക്കുക. അപ്പം ജെയ്സന്റെ കയ്യിൽ എന്തില്ല, മൊബൈലൊന്നുമില്ല. കാര്യം മൊബൈലിന്റെ ആവശ്യമില്ല. അതുപോലെ അങ്ങ് നിൽക്കുക, ഇങ്ങനെ അങ്ങ് നിൽക്കുക. എനിക്ക് വിളിച്ച് വരുത്തേണ്ട കാര്യമൊന്നുമില്ല. രാവിലെ കണ്ണു തുറക്കും, ജെയ്സൺ ഫ്രണ്ടിൽ കാണും. ജെയ്സൺ ആദ്യം കാണുന്നത് എന്നെയാണ്. അങ്ങനെ വിചാരിച്ചു. ജെയ്സൺ മൊബൈൽ ഉണ്ടോന്ന് വെച്ചാൽ മൊബൈലൊന്നുമില്ല. ഓക്കെ. അപ്പൊ എത്ര വർഷത്തെ ബന്ധമാണെന്നറിയാമോ? എനിക്ക് ജെയ്സനെ എന്നെ നന്നായിട്ട് അറിയാം.
ജേസൺ ഇത്രയും നാളായിട്ട് ഒരു ദോഷം, 100 വർഷം എന്ന് വിചാരിക്കട്ടെ, 100 വർഷം ഞാൻ ജേസന് ഒരു വാക്കുപോലും കൊണ്ടുപോലും ഞാൻ നോവിച്ചിട്ടില്ല. ജേസന് എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കും. ജേസൺ ഇല്ലാതെ എനിക്കും പറ്റത്തില്ല, എനിക്ക് ജേസൺ ഇല്ലാതെ പറ്റും. അതുപോലത്തെ ബന്ധം നിൽക്കുക. ജേസൺ എന്തില്ല? മൊബൈലില്ല. ഒരു ദിവസം ഞാൻ മൊബൈൽ മേടിച്ച് കൊടുക്കുക, 14 Pro Max വെച്ചോ. പിറ്റേന്ന് രാവിലെ ജേസൺ വന്നായിരുന്നു, വീട്ടിൽ വന്നു. 2 ദിവസം കഴിയുമ്പോൾ ലേറ്റായിട്ട് വരുന്നു. എന്തുവാ? കുളിക്കാൻ കയറിയപ്പോ മൊബൈലും കൊണ്ട് കയറിയതാ. താമസം ലേറ്റായി പോയി. പിറ്റേത് ഉച്ചയായി. ഇതെല്ലാം വരുന്നുണ്ട്, പക്ഷെ ടൈമിന് എന്തോ വ്യത്യാസം. വീട്ടിൽ വന്നിട്ടും അങ്ങോട്ട് ഷൂ ഒക്കെ അതുപോലെ തന്നെ പൊടി അടിച്ചിരിക്കുന്നു. മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ മന്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ ശ്രദ്ധിക്കുക. ഞാൻ എഴുന്നേറ്റെന്ന് അറിഞ്ഞപ്പോ വൈഫ് പറയാ, അച്ഛൻ എഴുന്നേറ്റിട്ടുണ്ടോ? ഓടിപ്പോയി എല്ലാം തുടച്ചൊക്കെ വെച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയത്. സ്നേഹമുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ മൊബൈൽ ടൈം മുഴുവനും മൊബൈൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. 2-3 ദിവസം വന്നില്ല. എന്തുവാ? രാത്രി മുഴുവനും മൊബൈലായതുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ താമസിച്ചു പോയി. വിളിച്ചപ്പോ സ്വിച്ച് ഓഫാ, തീർന്നു, ഡ്രെയിനായി പോയി. അപ്പൊ ഞാൻ ചിന്തിക്കുക, ഞാന് മൊബൈൽ കൊടുത്തതിന്റെ കുഴപ്പമാ. ജയ്സ, അതെ, നിനക്ക് സ്നേഹത്തിൽ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി. നീ പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നു. അപ്പൊ കരഞ്ഞു. അയ്യോ, അങ്ങനെ പറയരുതേ, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, പാസ്റ്റർ ഇല്ലാതെ പറ്റത്തില്ല, ചാകാൻ വരെ ഞാൻ റെഡിയാണ്. ഒരു കാര്യം ചെയ്യും, നീ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഞാൻ നിനക്ക് തന്ന ആ മൊബൈലേക്ക് തിരിച്ച, ഞാൻ പറയുന്ന സ്ഥലത്ത് വന്ന് ആ മൊബൈൽ അതിനകത്ത് കൊണ്ടുപോയി പൂട്ടി വെക്കണം. അപ്പൊ ചോദിക്കുക, എന്തിനാ പാസ്റ്ററെ മൊബൈലിലേക്ക് കൊണ്ടുവെക്കുന്നത്? അതെനിക്ക് തല്ലിപ്പൊട്ടിച്ച് കളയാനാ. എന്നെ അറിയാവുന്ന ജെയ്സൺ പറയും, ഒരു മൊബൈൽ അല്ല, ഒരു 1000 മൊബൈൽ വേണമെങ്കിലും ഞാൻ തരാം. ജെയ്സൺ അറിയാം ഇത് തല്ലിപ്പൊട്ടിച്ച് കളയത്തുമില്ല. ഇത് അഥവാ ഞാൻ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞാലും ഒരു 100 ഐഫോൺ മേടിച്ചു തരാൻ ഞാൻ ശക്തനാണെന്ന് ആർക്കറിയാം. ജെയ്സൺ എന്നോടുള്ള വിശ്വാസം കൊണ്ട് കൂളായിട്ട് എടുത്തു തരും. ജെയ്സൺ പറയും, എനിക്കും അങ്ങനെ തോന്നി പാസ്റ്റർ, എനിക്ക് മൊബൈൽ വേണ്ട എന്ന് വെച്ചോ, തരും. അഥവാ ഈ മൊബൈൽ കൊണ്ടുപോയി ഞാൻ വെള്ളത്തിലെടുത്ത് എറിഞ്ഞാൽ, കിണറ്റിലെടുത്ത് എറിഞ്ഞാലും ജെയ്സന്റെ അകത്തൊരു വരിയുണ്ട്, 70 Pro Max പോയത് 80 മേടിച്ചു തരും എനിക്ക്, ഞാൻ കൂടെയുണ്ട്. താങ്ക് യു. അതുപോലെയാണ് അബ്രഹാമും ദൈവവും. നീ ഇസ്ഹാക്കിന് തന്നോ? നീ ഇസ്ഹാക്കിന് കൊല്ലത്തില്ലെന്ന് എനിക്കറിയാം. അഥവാ ഞാൻ യാഗം കഴിച്ചാലും ആ ചാരത്തിൽ നിന്ന് എനിക്ക് മക്കളെ ജനിപ്പിക്കാൻ ശക്തനാണ് ഞാൻ വിശ്വസിച്ച് നിൽക്കുന്ന ഈ ദൈവമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ആരുടെ അനുവാദത്തിൽ നിൽക്കത്തില്ല. നിനക്ക് വേണോ ഇസ്ഹാക്കിനെ? 1000 വട്ടം ഞാൻ യാഗം കഴിക്കാം. അബ്രഹാമിനോട് പറഞ്ഞു, ഈ ദൈവം പറഞ്ഞു, ഈ സംബോധന കണ്ടോ? ആ 22-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് പറഞ്ഞു, റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന, നിന്റെ മകനെ അല്ല, നീ സ്നേഹിക്കുന്ന. ആഹാ, സംബോധന. നിനക്ക് ഇന്നലെ വരെ, ഇസ്ഹാക്കിന് മുൻപ് വരെ നീ സ്നേഹിക്കുന്ന ദൈവം എന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ. നിന്റെ മകൻ അല്ല, നീ സ്നേഹിക്കുന്ന മകൻ. അപ്പൊ അതിനകത്തൊരു സൗന്ദര്യപ്പണക്കത്തിന്റെ ഒരു ശബ്ദമുണ്ട്, ഇല്ലേ? നിങ്ങൾ അങ്ങനെ ബൈബിൾ വായിക്കാവൂ. കാരണം ഇപ്പൊ അബ്രഹാം ആരാന്ന് ആദ്യം മനസ്സിലാക്കണം. 2, അബ്രഹാമും ദൈവമായിട്ടുള്ള സുഹൃത്ത് ബന്ധം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ വേണം വായിക്കാൻ. അല്ലാതെ ബൈബിൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ശബ്ദമൊക്കെ മാറ്റി അബ്രഹാം തകർന്നു പോയി, അവൻ മുറിമലിക്ക് കയറിയപ്പോൾ എന്തിനാ ഈ വൈബ്രേഷൻ? അബ്രഹാമിനെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ദൈവത്തിന് അബ്രഹാമിനെ അറിയാം. അതാ പറഞ്ഞ, ഈ ജയിക്കാൻ പറ്റാത്ത പരീക്ഷ ഇന്ന് ദൈവം നമുക്ക് തരത്തില്ല. ജയിക്കാവുന്നതൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ വലുതായിട്ടെടുത്ത് മലയാളി കൺസെപ്റ്റിൽ വെച്ചത് ഉണ്ടായി ഭയങ്കര പോരാട്ടം. കർത്താവിന്
കൊടുക്കുന്നേക്കാൾ ഏറ്റവും വലിയ സ്തുതി അങ്ങ് പിശാചിനും കൊടുത്ത്. ഭയങ്കര പോരാട്ടം, പിശാചിന്റെ ഭയങ്കര പ്രവൃത്തി. എന്തിനാ പിശാചിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നേ? ഭയങ്കര പ്രതികൂലം, ഭയങ്കര കടഭാരം, പിശാചിന്റെ ഭയങ്കര സ്തുതി മുഴുവനും പിശാചിനും അവന്റെ പ്രവൃത്തിക്കും. ദൈവം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എങ്ങനെ ചെയ്യട്ടെ. കണ്ടോ, ദൈവത്തിന്റെ താഴോട്ടും പിശാചിന്റെ ഭയങ്കര പോരാട്ടം, ദൈവം പ്രാർത്ഥനയൊന്നും കേൾക്കുന്നുമില്ല. കണ്ടോ വ്യത്യാസം? കണ്ടോ നമ്മുടെ പ്രാർത്ഥനാ ശൈലി, നമ്മുടെ മെന്റാലിറ്റി ഒക്കെ മാറുന്ന പറഞ്ഞ് ഇവിടെ മാറേണ്ടേ. എന്റെ ദൈവം ശക്തനാണ്. അവൻ എത്ര കടഭാരം കൊണ്ടിട്ടാലും, അവൻ എത്ര രോഗം കൊണ്ടിട്ടാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിനോട് കർത്താവ് ദൈവം പറയുക, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ മാത്രമല്ല, നീ ഇങ്ങനെ ബൈബിള് വായിക്കുമ്പോ ഇതുപോലെ ഓരോന്ന്. അപ്പം നമ്മളൊരു അതിൻ്റെ ഇടയിൽ മൂന്നാമതൊരു സുഹൃത്തായിട്ട് അങ്ങ് കയറിക്കോണം. അപ്പോൾ അവൻ നിന്റെ മകനെ അല്ല, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ. കണ്ടോ, നീ വേറെ ആരെ നീ സ്നേഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എന്നെക്കാൾ നീ ഇസ്ഹാക്കിനെ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. കാരണം നീ എല്ലാ ദിവസവും എന്റെ മുഖം കണ്ടോണ്ടിരിക്കുന്ന അബ്രഹാമാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കുറച്ച് സമയം ഇസ്ഹാക്കിന്റെ സമയം ആയിട്ട് ഇങ്ങനെ ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇതിനകത്ത് ദൈവത്തിന്റെ മനസ്സൊന്ന് കണ്ടേ. നമ്മെ വിളിച്ചതൊക്കെ, നമ്മളെ സ്നേഹിക്കുന്നതൊക്കെ കർത്താവ് നമ്മൾ തിരിച്ചും സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നില്ല. പറയും ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാ എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവം ഇറങ്ങി വന്നു എന്നല്ലേ. ജെയ്സന്റെ സാന്നിധ്യം ഈ ഹാളിൽ ഉണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം ജെയ്സൺ ഇവിടെ ഉണ്ട് എന്നല്ലേ എന്റെ അർത്ഥം. ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നു, ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അതിനർത്ഥം ദൈവം ഇറങ്ങി വന്നു എന്ന് തന്നെയാണ്, അല്ലേ? ഇപ്പൊ ദൈവ സാന്നിധ്യം നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ സാന്നിധ്യവും ദൈവം ആഗ്രഹിക്കുന്നു. അത് എവിടെ ആഗ്രഹിക്കുന്നേ? പ്രാർത്ഥനാ മുറിയിൽ, നമ്മുടെ ഹൃദയത്തിൽ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും കർത്താവേ എനിക്ക് നിന്റെ സാന്നിധ്യമില്ലാതെ പറ്റില്ല, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഈ ദൈവത്തെ പിടിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, വിശ്വാസം, സ്നേഹം. ഇത് രണ്ടും ഉണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ കൂടെ ദൈവം വിട്ടുമാറത്തില്ലെന്ന്. നമ്മുടെ പ്രത്യേകത എന്തെങ്കിലും കടഭാരം വരുമ്പോഴോ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴോ, ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ, നമുക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോഴോ, സാമ്പത്തികമായ ആവശ്യങ്ങൾ വരുമ്പോഴോ മാത്രം ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആക്കരുത്. ദൈവം എന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കയറി ഒരു ട്രോളി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ നടക്കുക. അതെടുത്ത് തരും, അതെടുത്ത് പേ ചെയ്ത് ഇങ്ങോട്ട് മേടിച്ചു. ഇനി ഈ ദൈവത്തെ എന്ന സൂപ്പർ മാർക്കറ്റ്, ഞാൻ അങ്ങനെ പറഞ്ഞ സംബോധന ചെയ്യില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണേ. ഈ സ്ഥലത്ത് ഇനി വരണമെങ്കിൽ അടുക്കളയിലെ സാധനം തീരണം, അരിക്കലത്തിലെ അരി തീരണം, ഫ്രിഡ്ജിലിരിക്കുന്ന മീൻ അവസാനിക്കണം. ഉദാഹരണമാണേ. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ കിട്ടിയ ആവശ്യങ്ങളെല്ലാം തീരുമ്പോഴാ അടുത്ത ആവശ്യത്തിന് ദൈവത്തിന് മുമ്പ് പോകുന്നത്. ദൈവം തരും കേട്ടോ. ദൈവം മനുഷ്യനല്ല. നമ്മൾ ചോദിക്കുന്ന എല്ലാം ദൈവം തരും. പക്ഷേ ദൈവം ചോദിക്കുന്ന ഒറ്റ കാര്യം, നിന്റെ മനസ്സെനിക്ക് വേണം. നീ എന്നാ എന്നെ സ്നേഹിക്കുന്നേ? നീ ചോദിക്കുന്നെല്ലാം തന്നില്ലേ? പ്രാർത്ഥനകളൊക്കെ മാറുന്നു പറഞ്ഞത് ഇവിടെയാണ്. കർത്താവേ, ഒരാവശ്യത്തിന് വേണ്ടിയല്ല ഞാൻ ഉപവസിക്കുന്നേ. കർത്താവേ, ഈ രാത്രി ഉറക്കമൊഴിഞ്ഞിരിക്കുന്നത് ഒരാവശ്യത്തിന് വേണ്ടിയല്ല. ഇന്ന് രാത്രി കർത്താവേ എനിക്ക് നിന്നോട് സംസാരിക്കണം. യേശു കർത്താവ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ പർവ്വതത്തിൽ മുകളിൽ പോയിരുന്നേ? അല്ല. രാത്രി മുഴുവനും പിതാവിനുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവനും കഴിച്ചെന്ന് പറഞ്ഞ എന്തിനാ? രോഗം മാറാൻ വേണ്ടിയാണോ? അല്ല. സ്നേഹബന്ധം.
പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം യേശു കർത്താവ് പറയും, ഞാനും പിതാവും ഒന്നാകുന്നു. എത്ര പേര് പറയാൻ കഴിയും, കർത്താവേ ഞാനും അങ്ങ് ഒന്നാണ്? പറയാൻ പറ്റുമോ? ഇല്ല. ഒന്ന് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, ഒന്ന് പ്രാർത്ഥിച്ചേ. എന്റെ പ്രാർത്ഥനകൾ മാറട്ടെ, എന്റെ ആവശ്യങ്ങളൊക്കെ ഒന്ന് മാറട്ടെ, എന്റെ ലിസ്റ്റുകളൊക്കെ ഒന്ന് മാറട്ടെ. ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ, യേശു കർത്താവ് പറഞ്ഞു, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ പിതാവും നിങ്ങൾ ഒന്നായിരിക്കുന്നു. അത്രേ എന്റെ പ്രാർത്ഥന. യേശു കർത്താവിന് ക്രൂശീകരണത്തിന്റെ തലേ രാത്രിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വാചകങ്ങളായത്. പിതാവേ, ഞാനും അങ്ങ് ഒന്നായിരിക്കുന്നത് പോലെ അവരും അങ്ങിൽ ഒന്നായിരിക്കണം എന്നത്ര എന്റെ പ്രാർത്ഥന. യേശു കർത്താവിന്റെ പ്രാർത്ഥന ഇതാണ്, പിതാവും നിങ്ങളും ഒന്നായിരിക്കണം. ഈ അബ്രഹാം ഇല്ലേ, യാഗം കഴിക്കാൻ ഈ കേട്ട പാതി കേൾക്കാത്ത പാതി ആദ്യ രാവിലെ എഴുന്നേറ്റ് ഇസഹാക്കിനെ, മോനെ എഴുന്നേക്കണ, നമുക്ക് യാഗം കഴിക്കാൻ പോണം. ഈ ഇസഹാക്കിനെ, ഈ നമ്മളെ മക്കളെ ചെറുതിലേ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അന്യഭാഷയും ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിന് കൊടുക്കുന്നതും ദൈവസഭയ്ക്ക് കൊടുക്കുന്നതും ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നതൊക്കെ ആര് കാണണം? നമ്മുടെ തലമുറകൾ കാണണം, മക്കള് കാണണം. ഒരു വർഷത്തിൽ ഒരിക്കല് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ഓരോന്ന് ചെയ്യണം, ഗിഫ്റ്റ് കൊടുത്ത് ശീലിപ്പിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരു അഭിഷിക്തൻ വന്നു, നിങ്ങളെ മക്കളെ കൊണ്ട് കൊടുപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് മക്കളുടെ മുമ്പ് വെച്ച് കൊടുക്കണം. അവരത് കാണണം. നിങ്ങളുടെ യാഗം അവർ കാണണം. അബ്രഹാമിന്റെ യാഗം ഇസഹാക്ക് കണ്ടതുകൊണ്ടല്ലേ അവനും രാവിലെ എഴുന്നേറ്റ്? ആണോ? അതിരാവിലെ എഴുന്നേറ്റ് ഇസഹാക്കും അബ്രഹാമും കൂടെ വിറക് കീറി കഴുതയുടെ മേളിൽ കോപ്പിട്ട് കെട്ടി, ഒരു ലോക്ക, സാധനങ്ങളൊക്കെ വെക്കും, കാരിയർ പോലത്തെ ഒരു സംഭവം, അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വിറക് വെച്ചു, സാധനങ്ങളെല്ലാം വെച്ചു. 2 ബാല്യക്കാരെയും കൂടെ വിളിച്ചു, 2 ജോലിക്കാരെയും കൂടെ വിളിച്ചു. അങ്ങനെ 4 പേരുമായിട്ട് എവിടെ പോവാ? മോറിയ ദേശത്ത് പോവാണ്. മോറിയ ദേശം, ഇനി നിങ്ങൾ മോറിയ ദേശത്തോടെ ഞാൻ കൊണ്ടുപോവാ. ഈ മോറിയ ദേശം, അബ്രഹാം നിൽക്കുന്ന സ്ഥലവും മോറിയ ദേശം അവിടെ എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയാമോ? എത്ര ദൂരം ഉണ്ടെന്നറിയാമോ? 3 ദിവസത്തെ വഴി ദൂരം. 3 ദിവസം കഴിഞ്ഞിട്ടാണ് മോറിയ ദേശത്തെത്തുന്നത്. അവിടെ എത്തുമ്പോൾ അപ്പോ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഇതാ കാണുന്നില്ലേ, ആ മലയാണ് യാഗത്തിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നീ പൊക്കോ, നീയും മകനോടെ പൊക്കോ എന്ന് പറഞ്ഞു. 2 ബാല്യക്കാരെ ഈ കഴുതയും അവിടെ നിർത്തിയിട്ട് ബാല്യക്കാരോട് ഇങ്ങനെ പറഞ്ഞു, അതെ, നിങ്ങൾ കഴുതയുമായി എന്ത് ചെയ്യണം? ഇവിടെ നിൽക്കണം. ഞാനും ബാലനും പർവ്വതത്തിൽ മലയിൽ പോയി യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരും. അപ്പൊ അബ്രഹാമിന് അറിയാം, ഞാനും മകനും തിരിച്ചു വരും. അതിരാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇസ്ഹാക്കിനെ തരണമെന്ന് പറയുമ്പോഴും ഈ ഇസ്ഹാക്കിനെ ഒന്നും ദൈവം അങ്ങനെ എടുത്ത് നശിപ്പിക്കും. ദൈവം തരുന്ന ഒരു ദാനവും ദൈവം തിരിച്ചെടുക്കുന്ന ഒരു ചരിത്രമില്ല എന്ന് അബ്രഹാമിന് അറിയാം. നിങ്ങൾക്ക് തന്നിട്ടുള്ള എന്ത് തിരിച്ചെടുത്തു? ദൈവം നിങ്ങൾക്ക് തന്ന ഏത് ദാനമാണ് നിങ്ങളിൽ നിന്ന് തിരിച്ചെടുത്തേ? ഏത് ദാനവും തിരിച്ചെടുത്തേ? ഒരു കാര്യം പറയാമോ? ഓൺലൈനിൽ ഇരിക്കുന്ന ഒരു കാര്യം പറയാമോ? ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ദാനം ദൈവം തിരിച്ചെടുത്തു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇയ്യോബിന്റെ കാര്യത്തിൽ സംഭവിച്ചു, പക്ഷെ ആ ചരിത്രം ആവർത്തിച്ചിട്ടില്ല. ഇയ്യോബിന്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തിട്ടേ ഉള്ളൂ. അത് പരീക്ഷിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് ദൈവം തിരിച്ചെടുത്തിട്ടുള്ളത്? അബ്രഹാമിന്റെ ലൈഫിൽ ദൈവം കൊടുത്ത ഒരു ദാനം പോലും ദൈവം തിരിച്ചെടുത്തിട്ടില്ല. തിരിച്ചെടുക്കണമെങ്കിൽ വാഗ്ദത്തം ചെയ്തവൻ അവിശ്വസ്തനായിരിക്കണം. അബ്രഹാമിനെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. ഈ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാ ഇസഹാക്ക്.
ദൈവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ ഞാൻ റെഡിയാ. കാരണം ഇസഹാക്കിന് യാഗം കഴിക്കാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാരണം വിശ്വസിക്കുന്നത് ഞാനാ. ഓ, ബാലിക്കാരോട് പറഞ്ഞ് ഞാനും മോനും കൂടെ പോയി യാഗം കഴിച്ച് നിങ്ങൾ ഇവിടെ നിൽക്ക്, വെയിറ്റ് ചെയ്യ്, ഞാനും മോനും കൂടെ പോയി യാഗം കഴിച്ച് തിരിച്ചു വരും. ഇപ്പൊ തിരിച്ചു പറയുന്ന ഒരു ഉറപ്പ് ഇവർക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാനും ബാലനും കൂടെ അവിടെ പോയിട്ട് ഞാൻ മാത്രം തിരിച്ചു വരാന്ന് പറഞ്ഞോ? ഇല്ല, നമ്മൾ വരും. ഈ യാഗത്തിന് പോകുന്ന സമയത്ത് വിറക് എടുത്ത് ഇസഹാക്കിന്റെ തോളിൽ വെച്ചു കൊടുത്തു. നീ ശ്രദ്ധിച്ചോണം, ഇസഹാക്ക് തോളത്ത് ചുമന്നിട്ട് ഈ വിറകും കത്തിയും തീയും ആരുടെ കയ്യില? അബ്രഹാമിന്റെ കയ്യില. ചിലർ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, തീയും കത്തി എന്ന് പറയുന്നത് ദൈവവചനം, തീ എന്ന് പറഞ്ഞ അഭിഷേകം, വിറക് എന്ന് പറയുന്നത് ആത്മാക്കൾ. ഓ, അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കണ്ട. യാഗത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുപോവാ. എന്തിനാവശ്യമില്ലാതെ വ്യാഖ്യാനിക്കുന്നേ? പിതാവാം ദൈവത്തിൽ അഭിഷേകവും വചനവും ഒന്നുമില്ല. ഈ വാളും തീയും കൂടെ ഒരു സാധനം കൂടെ വെക്കാനുള്ള ത്രാണി ആർക്കില്ല? ഇസഹാക്ക് ഇല്ല. അതുകൊണ്ട് വിറക് ചുമന്നുകൊണ്ട് പോവുകയല്ലേ, ഒരു സാധനം കൂടെ കൊടുക്കേണ്ട കാര്യമില്ല. തീ ഒന്ന് മറിച്ച് ഞാൻ ഒന്ന് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുക അബ്രഹാം. അതിന് വേറെ വ്യാഖ്യാനം ഒന്നുമില്ല. അതിനകത്ത് കൊണ്ടുപോവാ. ഈ മല കയറുമ്പോഴേ ഞാൻ വേറൊരു സംഭവത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോവാണ്. ഈ മല കയറുമ്പോ ഇസഹാക്ക് ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നടക്കുക. അതായത് ഇസഹാക്കിന്റെ സ്പീഡിൽ അബ്രഹാം നടക്കുക. അവൻ പുറകിലാകാനും പാടില്ല, മുമ്പിലാകാനും പാടില്ല. ഒരുമിച്ച് നടക്കുക. കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മല കയറുമല്ലേ, ഒരു താങ്ങ് കൊടുക്കാം. ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. മല കയറി പോകുമ്പോൾ പറയാം ഇസഹാക്ക്, അപ്പൊ എന്തുവാ? അതെ, വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ. അത് ഈ യാഗത്തിന്റെ മൃഗം എന്ത് ചെയ്യും? നമ്മൾ സാധാരണ യാഗം കഴിക്കാൻ വരുമ്പോ ഒരു ആടിന്റെ കരച്ചിലെങ്കിലും കേൾക്കണമല്ലോ. ആടില്ലല്ലോ. അപ്പൊ അബ്രഹാം പറഞ്ഞു, അതെന്താ നീ പേടിക്കുന്നേ? യഹോവയരെ, അതിന്റെ മേളിൽ ദൈവം ആട്ടുകോറ്റിനെ കരുതിയിട്ടുണ്ട്. അപ്പൊ അബ്രഹാമിന് അറിയാം, മോളിൽ യാഗം കഴിക്കാൻ പോകുന്നത് ഇസഹാക്കിനെ അല്ല, ആട്ടുകോറ്റിനെയാണ്. എന്തോ ഓരോ നിമിഷവും വിശ്വാസത്തിന്റെ മാതൃകയാണ് അബ്രഹാം കാണിക്കുന്നേ. യാഗം കഴിച്ച് കർത്താവ് വേറെ ആടുകോട്ടിന് വിശ്വാസം വർദ്ധിച്ചെന്നല്ല. ഓരോ നിമിഷവും ഓരോ കാൽച്ചുവടിലും വിശ്വാസത്തിന്റെ വർധനവാ. അതാ വിശ്വാസികളുടെ പിതാവെന്ന് പേര് ലഭിച്ചു. ജീവിക്കുന്നത് വിശ്വാസത്തില്. നിസ്സാര വിശ്വാസമാണോ? അസാധാരണമായ വിശ്വാസം. ഈ ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം വിശ്വസിച്ചു. അതിന്റെ അർത്ഥം വല്ലതും അറിയാമോ? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചില്ലെന്നാണ് അതിന്റെ അർത്ഥം. വിശ്വസിക്കേണ്ട ആവശ്യമില്ലെന്നാണ് അർത്ഥം. നിങ്ങൾ ഇത്രയും പേരുണ്ട്, നിങ്ങൾ ഹൃദയത്തിൽ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കുക. ശ്യാം പാസ്റ്റർ ഇവിടെ നിന്ന് മൈക്കിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന് പ്രസംഗിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുകയാണോ? റിയാലിറ്റിയാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ഇവിടെ നിൽക്കുകയാണെന്നുള്ള വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടോ? വിശ്വാസത്തിന്റെ ആവശ്യമില്ല. അതുപോലെയാണ് ദൈവത്തിനോടുള്ള അബ്രഹാമിന്റെ വിശ്വാസം. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞു. നീ 100 വയസ്സായാലും. അബ്രഹാം ഇങ്ങനെ പറഞ്ഞു, അതെ ദൈവമേ, എനിക്കൊരു സന്തതി ജനിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനത് വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചു? എന്റെ പ്രായം, ഞാൻ വാർദ്ധക്യമായി, ഞാൻ ഒത്തിരി പ്രായം, ഒരു അപ്പച്ചനാണ്. അടുത്തൊരു ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശക്തി എന്റെ ശരീരത്തിൽ ഇല്ല. അത് മാത്രോ, സാറ അമ്മച്ചിയായി, വൃദ്ധയായി. അവളുടെ ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാനുള്ള ശക്തി, ഗർഭപാത്രം നിർജീവമായി. സിറ്റുവേഷൻ ഇതാ, ഒരു സാധ്യതയില്ല. ഒരു ജനറേഷൻ ജനിപ്പിക്കാനുള്ള ശക്തി എനിക്കില്ല. അഥവാ എനിക്കുണ്ടായാലും എന്റെ ഭാര്യയ്ക്ക് സാറയ്ക്കില്ല. അവളുടെ ഗർഭപാത്രം നിർജീവമാണ്. എന്നാലും
ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പുതിയൊരു ഗർഭപാത്രം തരാനും എനിക്ക് പുത്ര ഉൽപാദനത്തിന്റെ ശക്തി ദൈവം തരാനും ദൈവം വിശ്വസ്തൻ എന്നങ്ങനെ വിശ്വസിച്ചങ്ങ് ഉറച്ചു. അബ്രഹാം നോക്കിക്കേ, അബ്രഹാം സന്തതിയെ കണ്ടു തുടങ്ങി വിശ്വാസത്തിൽ. വേറൊരു അപകടം ഒളിച്ചിരിക്കുന്ന കാര്യം അറിയാമോ? അബ്രഹാം കേട്ടത് എവിടെന്നാ? ദൈവത്തിൽ നിന്നാ. സാറ കേട്ടത് എവിടെന്നാ? ദൂതിൽ നിന്നാ. ദൂതന്മാർ, 3 ദൂതന്മാർ പറഞ്ഞ അടുത്ത വർഷം വരുമ്പോ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. സാറ ചിരിച്ചു. ചിരിച്ച കുഴപ്പമൊന്നുമില്ല. അബ്രഹാമും ചിരിച്ചു. അബ്രഹാം സന്തോഷം കൊണ്ട് ചിരിച്ച. സാറ ചിരിച്ചത് കളിയാക്കി ചിരിച്ചത്. ചിരികൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അബ്രഹാമിന്റെ മനസ്സിലൊക്കെ എനിക്ക് പുത്രോത്പാദനത്തിനുള്ള ശക്തി ലഭിച്ചു. ഓക്കെ, അതെ. സാറ പറയാ, വിശ്വാസം പറയുക, ഈ അബ്രഹാമിനുള്ള വിശ്വാസം ആർക്കില്ല? ഭാര്യയ്ക്ക് ഉണ്ടാകണമെന്ന് ഇല്ല. നമ്മുടെ വിശ്വാസം ഭാര്യയ്ക്ക് ഉണ്ടാകണമെന്ന് ഇല്ല. ഭാര്യയുടെ വിശ്വാസം ഭർത്താക്കന്മാർക്ക് ഉണ്ടാകണമെന്നും ആരെങ്കിലും ഒരാള് എന്തെങ്കിലും ഇടങ്ങോലിട്ടുകൊണ്ടിരിക്കും. വിശ്വാക്കണ്ട, മിണ്ടാതിരുന്നാ മതി. പക്ഷെ അബ്രഹാം ഇവിടെ വീണു. അതെ, നിനക്ക് പുത്രൻ ജനിക്കുമെന്നല്ലേ പറഞ്ഞേ, സന്തതി ജനിക്കുമെന്നല്ലേ പറഞ്ഞേ. ഓക്കെ, സാറയിലൂടെ തന്നെ ജനിക്കണമെന്നുണ്ടോ? ഈ രാത്രി കിടക്കുമ്പോ ഈ തലേണ മന്ത്രം ഇല്ലയോ, ഇത് ഭയങ്കര വിഷയമാണ്. ഈ ഫുഡ് കഴിക്കുമ്പോഴും കിടന്നുറങ്ങാൻ നേരത്തും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊന്നും ഈ ആ വാക്ക് പറയുന്നില്ല. അസ്വസ്ഥപ്പെടുത്തുന്ന വർത്തമാനം പോയി പറയില്ല. സ്വസ്ഥമായി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇരിക്കണം. പഴയ കഥകളൊക്കെ പറഞ്ഞ്, നല്ല കഥകളൊക്കെ പറഞ്ഞിരിക്കണം. പഴയ കഥകൾ കൊണ്ടുവരും. നിങ്ങൾ എന്നോടത്ത് ഇങ്ങനെ പറഞ്ഞു. ആ സാധനമല്ല, പണ്ട് കല്യാണം കഴിഞ്ഞപ്പോഴേ നിങ്ങൾ ആ വീട്ടിൽ പോയപ്പോ നിങ്ങൾ എന്തു വന്നു എന്നടുത്ത് പറഞ്ഞേ, ഓർക്കുന്നോ? ഇല്ല, നിങ്ങൾ ഓർക്കത്തില്ല, എനിക്ക് ഓർമ്മയുണ്ട്. നീ മിണ്ടാതിരിച്ചു, സ്വസ്ഥമായിട്ടിരിക്കല്ലേ. നിങ്ങൾക്ക് സ്വസ്ഥത ഞാനാണോ? കേട്ടോ, കയറി 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 അങ്ങ് പോവാ. പിശാചൊന്നുമില്ല, നമ്മൾ തന്നെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ചുമ്മാ പിശാനെ അതുപോലത്തെ കാര്യമല്ലേ പറഞ്ഞത്. പണ്ടത്തെ നല്ല കല്യാണം കഴിഞ്ഞപ്പോഴേ ഐസ്ക്രീം ഒക്കെ മേടിച്ചിരുന്നായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ഐസ്ക്രീം ഒക്കെ വേണം, ആഗ്രഹമുണ്ട്, പക്ഷെ ഷുഗറാ. ചെറിയ ചെറിയ സ്നേഹത്താലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വസ്ഥതയോടെ കുടുംബമായിട്ടിരിക്കണം. അങ്ങനെ ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം, സ്പെൻഡ് ചെയ്യണം. ഞാൻ എന്തോ കാര്യം പറഞ്ഞപ്പോഴേ അങ്ങോട്ട് കയറി വന്നേ. ഹാഗാർ, അങ്ങനെ തരേണ മന്ത്രവും, അതെ, ബുദ്ധി പറഞ്ഞു കൊടുക്കുക അബ്രഹാമിന്. വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. അതെ, ഒരു കാര്യം ചെയ്യും, സമയമായല്ലോ, 1 വർഷം കഴിഞ്ഞു, ഹാഗാറിനെ പരിഗ്രഹിക്കുക. അവളുമായിട്ടുള്ള ബന്ധത്തിൽ നിനക്കൊരു പുത്രൻ, അവൾ ഓക്കെയാ. അങ്ങനെ അബ്രഹാം ഈ സാറയുടെ വാക്കും കേട്ടിട്ട് പോയി പരിഗ്രഹിച്ചു. ഇസ്മായിൽ ജനിച്ചു. ദൈവത്തിന്റെ സമയമായപ്പോ സാറയും പ്രസവിച്ചു, ഇസഹാക്ക് ജനിച്ചു. ഈ ദൈവം പറയുന്നത് കേട്ടനുസരിച്ച് ദൈവത്തിന്റെ സമയം വരെ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ നീ മരിക്കുന്നിടം വരെ മാത്രമല്ല, തലമുറയോളം അതൊരു ശാപമായിരിക്കും, തലവേദനയായിരിക്കും. ഈ ഇസ്മായേല പാലസ്തീനി, ഗാസ, ഇസഹാക്ക ഇസ്രായേൽ. ഇത് രണ്ടും കൂടെ അടി ഒഴിഞ്ഞ സമയമുണ്ടോ? ഇത് രണ്ടും ഒരപ്പന്റെ മക്കളാ. ദൈവത്തിന്റെ വാക്ക് കേട്ടവനാ ഇസ്രായേൽ, ഭാര്യയുടെ വാക്ക് കേട്ടതാ പാലസ്തീൻ. എത്ര വർഷം കൊണ്ട് അടിക്കുന്നു. ഇവരുടെ അടി മുഴുവനും ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുക. അബ്രഹാമേ, വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ട് വാഗ്ദത്തം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം വരെ പ്രാർത്ഥനയോടെ വിശ്വാസത്താൽ വെയിറ്റ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അതൊക്കെ വിടാം. അതൊക്കെ തിരിച്ചു വാ. ദൈവം എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടി എന്നങ്ങ് വിശ്വസിക്കുക. ബൈബിൾ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അത് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിനക്കൊരു മൊബൈൽ ദൈവം തരാൻ പോവുകയാണ്. ആദ്യം മേടിക്കേണ്ടത് ഒരു മൊബൈൽ വെക്കാനൊക്കെ ഒരു കേസൊക്കെ മേടിച്ച് വെക്കണം. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? കിട്ടി, ബാക്കി ഞാൻ മേടിച്ചോളാം. എന്നൊക്കെ
ഒരു ആനയെ തരും, ദൈവം തരും, പോയി തോട്ടി മേടിച്ചോണം. ഞാനൊരു സാക്ഷ്യം പറയാം. എൻ്റെ വൈഫിന് ഉദരവുമായി സംബന്ധിച്ചൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ പ്രഗ്നൻ്റ് ഒന്നും ആകത്തില്ല, ആയാലും ക്രിട്ടിക്കല്ല, അത് ഒരു കോംപ്ലിക്കേറ്റഡ് ആവും. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് തരാൻ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞിനെ അല്ല, ഊനമില്ലാത്തതും ആരോഗ്യമുള്ള ബുദ്ധിയുള്ള ഒരു കുഞ്ഞിനെ ദൈവം തരാമെന്ന് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു അത് നടക്കത്തില്ല. ഞാൻ പറഞ്ഞു നടക്കും, ദൈവം എന്നോട് പറഞ്ഞതാ. ദൈവത്തിന്റെ ആലോചന കേട്ട് അങ്ങ് വിശ്വസിച്ചോ. പെട്ടെന്ന് ഞങ്ങൾ ചെയ്തത്, ആണോ പെണ്ണോ, നമ്മൾ യൂണിസെക്സിലുള്ളൊരു യൂണിസെക്സ് ആണിനും പെണ്ണിനും ഇടാനുള്ള ഡ്രസ്സ് എവിടെ നിന്ന് മേടിച്ചു? ദുബായിൽ നിന്ന് അങ്ങ് മേടിച്ചു. ദൈവം തന്നെ, സിംറ്റംസ് ഒന്നുമില്ല, സന്തതി ജനിക്കുമോ, ആ ഡ്രസ്സ് ഞാൻ മേടിച്ചു വെക്കും. അതാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ, വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ. നമ്മുടെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവത്തിന്റെ സ്റ്റെപ്പ് വെക്കാതിരിക്കാൻ പറ്റുമോ? ദൈവം ചെയ്തിരിക്കും. ദൈവം നിനക്കൊരു വാഹനം തരാൻ പോവാ. ഏതെങ്കിലും പ്രവാചകൻ പറഞ്ഞോ? കാർ പോർച്ചുണ്ടോ വീട്ടില്? ഒരു ഷെഡ് അടിക്ക്. ഏറ്റവും വലിയ വാഹനം ഇടാനുള്ള ഷെഡ് അടിക്ക്. ചെറിയ വാഹനമാണെങ്കിൽ ചെറിയ മേൽക്കൂര മതി, SUV വേണമെങ്കിൽ വലുത് പണിത്. അതാ സ്റ്റെപ്പ്. ഡോക്ടറായിട്ട് പുറത്തിറങ്ങോ? കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ക്ലിനിക്കിന്റെ പേരിട്, ഹോസ്പിറ്റലിന്റെ പേരിട്. കുറെ ഡോക്ടേഴ്സിനെ വിളിച്ച് അവിടെ നിർത്തിയിട്ട് കർത്താവിന് വിലക്ക് ഇറങ്ങും. ലിനു പാസ്റ്ററിന് വേണ്ടി ഞാൻ ഒത്തിരി കർത്താവിനെ സ്തുതിക്കുക. ഞാന് കുഞ്ഞുമാൻചാന്റെ ഞാൻ ചോദിച്ചു, എന്തുവാ അദ്ദേഹത്തിന്റെ അകത്തെ അജണ്ട, എന്തുവാ അതിന്റെ വിഷൻ, എന്തുവാ? ഒന്നുമില്ല, പുള്ളി പാസ്റ്റർ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു, പിന്നെ പുള്ളിയുടെ അകത്ത് ഭയങ്കര ഒരു പ്രേരണ, ആ ദേശത്തൊരു ദൈവസഭ ഇടണമെന്ന്. അദ്ദേഹത്തിനകത്ത് ദൈവവിളി ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഒരു ഉറപ്പകത്ത് വന്നപ്പം ആദ്യം ചെയ്തത് ദൈവത്തിന്റെ ആലയം. അതാ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ്. ഇനി ദൈവത്തിനെ നിറയ്ക്കാതിരിക്കാൻ പറ്റുമോ? നിറച്ചിരിക്കും. ഉണർവായിക്കാതിരിക്കാൻ പറ്റുമോ? ഉണർവായിച്ചിരിക്കും. സ്റ്റെപ്പ്. അബ്രഹാമിന്റെ വിശ്വാസത്തിന് മുമ്പിൽ ദൈവം തോറ്റുപോയി. മോറിയ ദേശത്തെ ആ മലയിൽ കയറി പോവുക. ഇസഹാക്കിന്റെ തോളിൽ വലിയ വിറകുകൾ വെച്ചുകൊടുത്ത് ഇവർ ഒരുമിച്ച് നടന്നകത്ത് കയറുകയാണ്. ബാലിക്കാരോട് പറഞ്ഞു, ഞാനും ബാലനും കൂടെ പോയി യാഗം കഴിച്ച് ഞാൻ തിരിച്ചു വരും, ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു വരും. 2, അബ്രഹാം ആ മകനോട് പറയാണ്, യാഗത്തിനുള്ള ആട്ടുകൊറ്റനെ ദൈവം കരുതിക്കൊള്ളാം. അവിടെ ചെന്നു. ഒരു യാഗം, ഹോമയാഗം കഴിക്കുന്നതിന്റെ പ്രോസസ്സിംഗ് ഉണ്ട്. സ്കിന്നിങ്, തോലുരിക്കണം. ഇസഹാക്കിന്റെ ഡ്രസ് ഊരിക്കണം. നഗ്നനായി ഇസഹാക്കിനെ കിടത്തി, കൈയും കാലും കെട്ടി കിടത്തി. ഇസഹാക്കിനെ അറുക്കേണ്ടതിന് അബ്രഹാം കൈ നീട്ടി കത്തിയെടുത്തപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് പറഞ്ഞു, അബ്രഹാമേ, ബാലന്റെ മേൽ നീ കൈവെക്കരുത്. മോനെ, നീ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ നിന്റെ കുഞ്ഞിനെ എനിക്ക് തരാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിത്യമായ എന്തെങ്കിലും അനുഗ്രഹം വേണോ? വിശ്വാസത്തിൽ നിന്റെ പരീക്ഷയെ ജയിച്ചു പുറത്തു വരണം. വിശ്വാസത്തോടെ നിന്റെ പരീക്ഷ ജയിച്ച് നീ തികഞ്ഞവനായി പുറത്തു വന്നാൽ തലമുറയോളം നീണ്ടു നിൽക്കുന്ന അനുഗ്രഹത്തിന്റെ അവകാശിയായി തീരാൻ, നിന്റെ മേലെ സ്വർഗീയമായ അനുഗ്രഹത്തെ ദൈവം തരാൻ മടിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹമാണ് നമ്മുടെ മേൽ വന്നിരിക്കുകയാണ്. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇതാ, ഹല്ലേലൂയ, 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തു നിന്ന് അബ്രഹാമിനോട് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് തരാൻ മടിക്കായി കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടലിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്
നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൽ നിന്ന് വാങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ ഇരിക്കരുത്. ദൈവം എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കണം. ചിലർ പറയുന്നില്ലേ, സമ്പത്ത് തന്നു, ദൈവം ചോദിക്കുക, ദൈവസഭയ്ക്ക് കൊടു, ദൈവരാജ്യത്തിനുകൊണ്ട് വിതയ്ക്ക്, ആ ഒരു സാധുവിന് കൊടു എന്ന് ചോദിച്ചാൽ കൊടുത്തിരിക്കണം. ദൈവം തരുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിന്റെ കവാടം അങ്ങ് തുറക്കും. ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പൊയറ്റിക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, സ്വർഗത്തിലെ കലവറകൾ മാറ്റി വെച്ചിട്ട് ആ കവാടം ഒന്ന് തുറക്ക. എന്നിട്ട് ഞാൻ ഒരു വാചകം കൂടെ പറയും, ആ കവാടത്തിലെ വാതിലിന്റെ വിജാഗിരി ഞാൻ ഊരി വെക്കുകയാണ്. ഒരിക്കലും ഇതെന്തിന് ചെയ്യരുത്, അടയരുത്. ദൈവം അത് ചെയ്യുമെന്ന് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അനുഗ്രഹിച്ച് മനസ്സുകൊണ്ടങ്ങ് സന്തോഷിച്ചങ്ങ് പ്രാർത്ഥിക്കും. സീഡ് ചെയ്യണം. ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ തന്ന സാധനത്തിലേക്ക് നോക്കി ഇരിക്കുകയാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ അതെടുത്ത് കൊടുക്കാൻ പറയും. ദൈവത്തിന്റെ സകല ദാനങ്ങളും ദൈവത്തിന്റെയാ, നിങ്ങളുടേതല്ല. ഒരു ഭക്തൻ പറഞ്ഞ പോലെ, ദൈവമേ, നിന്നിൽ നിന്ന് ഞാൻ വാങ്ങി നിനക്ക് തരുന്നതേ ഉള്ളൂ, അല്ലേ? ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞപ്പോ ഓക്കെ, ദശാംശം വഴിപാടും ഓക്കെ. ഇത് എവിടെന്നാ? എന്റെ പ്രൊഡക്റ്റ് ആണോ ഇത്? എന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണോ ഈ പൈസ? അങ്ങനെ വല്ലതും ഉണ്ടാക്കി കഴിഞ്ഞാൽ ജയിലിൽ കിടക്കും, ജാമ്യമില്ല. സമ്പത്ത് ദൈവം തന്നതാണോ? ദൈവം തന്നതാ. ദൈവം പറയുകയാണ്, ദൈവവിലയ്ക്ക് കൊടുക്ക്. അപ്പൊ പറയണം, ദൈവം തന്നു, ദൈവത്തിന് തന്നെ തരിക. അങ്ങനെ കൊടുത്താൽ, എന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ, ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് ഇടം പോരാതെ വണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാം ഒരു മകനെ കൊടുത്തുള്ളൂ, ഏകജാതനായ ഇസഹാക്കിനെ കൊടുത്തുള്ളൂ. പക്ഷെ അബ്രഹാമിന് തിരിച്ചു കൊടുത്തത് എന്താണെന്നറിയാമോ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, നിനക്ക് എണ്ണാമെങ്കിൽ എണ്ണിക്കോ, അതുപോലെ ഞാൻ മക്കളെ ഞാൻ തരും. നീ കടൽക്കരയിൽ ചെന്നിട്ട് നീ മണൽ നിനക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ നീ എണ്ണിക്കോ, നിനക്ക് ആ മണൽ പോലെ, മണൽ തരി പോലെ നിന്റെ മക്കളെ ഞാൻ തരും. നീ എന്റെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട്, ഓ റബാന്റെ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും, മതങ്ങളല്ല, ഒരു മതങ്ങളെ കുറിച്ചല്ല ഈ പറയുന്ന, സകല ജാതികളും ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമ്മൾ കണ്ടുപിടിച്ച്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സകല ടെക്നോളജിയും ആരുടെയാ? ഇസ്രായേലിന്റെയാ. ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്റർ ആരുടെയാ? ഇസ്രായേലിന്റെയാ. യുദ്ധവിമാനങ്ങൾ ആരുടെയാ? ഒരു 15 യുദ്ധവിമാനം ഉണ്ടെങ്കിൽ 12 ഇസ്രായേലിന്റെയാ. മെയ്ഡ് ഇൻ ഇസ്രായേൽ. എല്ലാ രാജ്യത്തിന്റെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇസ്രായേലിന്റെ ബുദ്ധിയാ, ഇസ്രായേലിന്റെ ബുദ്ധിയാ. സകലതും, സകല ജാതികളും, സകല വംശങ്ങളും, സകല ഗോത്രക്കാരും അവന്റെ തലമുറയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇതിനർത്ഥം എന്തറിയാമോ? അബ്രഹാമേ, നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരാൻ മടിക്കായി കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. അതിന്റെ ഉള്ളിലുള്ള അർത്ഥം എന്നറിയാമോ? നിന്റെ മകൻ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് തന്ന് നിന്റെ സ്നേഹം, എന്നോടുള്ള നിന്റെ സ്നേഹം ഈ മലയിൽ വെച്ച് പ്രദർശിപ്പിച്ചതുകൊണ്ട് നിന്റെ മകനെ എനിക്ക് യാഗം കഴിക്കണ്ട, എന്റെ മകനെ നിനക്ക് വേണ്ടി ഞാൻ യാഗം കഴിക്കാൻ പോവുകയാണ്. ആ മലയാണ് ക്രൂശ്. ആ ഗോൽഗോത്ത മലയിൽ നിന്ന് നോക്കിക്കേ. അടുത്ത ഈ വാക്യം ഇങ്ങനെ പറയുന്നു, ആ 14-ാമത്തെ വാക്യം പറയുന്നു, അബ്രഹാം ഈ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. അതിനു മുമ്പ് 13-ാമത്തെ വാക്യം, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കാട്ടിൽ പിടിവിട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം അതിനെ ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരമായി യാഗം കൊടുത്തു. അവിടെ യാഗം നടന്നോ?
ദൈവം പറഞ്ഞ യാഗം നടന്നോ? ദൈവം എന്താ തമാശക്ക് പറഞ്ഞാന്നോ? അവിടെ യാഗം നടന്നോ? ഇസഹാക്കിന്റെ യാഗം നടന്നോ? ദൈവം ആവശ്യപ്പെട്ട യാഗം നടന്നോ ഇല്ലയോ? പ്രതികരിക്കുക. ഇല്ല. പകരം സ്ഥിരമായി നടന്നു വരുന്ന യാഗം, സ്ഥിരമായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന, അബ്രഹാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോമയാഗങ്ങൾ കഴിച്ചു. ഇല്ലേ? യാഗം നടന്നില്ല. പെൻഡിങ് ആയി. ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ പെൻഡിങ് ഇടരുത്. ഇടാൻ ദൈവം സമ്മതിക്കത്തില്ല. അത് രാജാതി, ഈ ലോകത്തിലുള്ള ഒരു രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ തിരിച്ചെടുക്കുവോ? എടുക്കത്തില്ല. രാജാവായ സർവശക്തനായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് തമാശ പറഞ്ഞാൽ പിന്നെ ചെയ്യണ്ട, അത് ഒഴിവാക്കുവോ? ഇല്ല. പെൻഡിങ്. കാരണം നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചു. എന്നോടുള്ള സ്നേഹത്തെ നീ ഈ മോറിയ ദേശത്ത്, ഈ മലയിൽ നീ പ്രദർശിപ്പിച്ചു. അതുകൊണ്ട് നീ തൽക്കാലം നീ ഇസഹാക്കിനെ മാറ്റിവേ. നീ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ഹോമയാഗം എനിക്ക് കഴിക്കുക. നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. പകരം നിന്റെ മകന് പകരം എൻ്റെ മകനെ നിനക്ക് തരാൻ പോവുകയാണ്. അതാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പുത്രനായ ക്രിസ്തു. നോക്കിക്കേ, ഇതേ സാഹചര്യം നോക്കിക്കേ. ഒന്ന് നോക്കിക്കേ. ഈ ഗോൽഗോത്ത മലയിൽ കയറുമ്പോൾ പിതാവായ ദൈവം അബ്രഹാം ഇസഹാക്കിന്റെ ചുമലിൽ വിറക് വെച്ച് വെടുത്തതുപോലെ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിന്റെ ചുമലിൽ ക്രൂശ് എടുത്ത് വെച്ചു. ഈ മല കയറുകയാണ്, ഒരുമിച്ച് കയറുകയാണ്. മല കയറി അവിടെ ചെന്നപ്പോ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട് ഇങ്ങനെ കിടക്കുക. ഇസഹാക്കിനെ വസ്ത്രമൂരി വിറകിന്റെ മുകളിൽ കിടത്തി യേശു കർത്താവിന്റെ വസ്ത്രമൂരി ക്രൂശിന്മേൽ തറച്ചു. എന്നിട്ട് പറഞ്ഞു, അബ്രഹാമിനെ നോക്കി യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നു, എന്റെ കർത്താവിന് തന്ന വെളിപ്പാടാ, അബ്രഹാമേ, it is finished, it is accomplished. അബ്രഹാമേ, നീ മോറിയ മലയിൽ പെൻഡിങ് ആയ യാഗം ഞാൻ ഇവിടെ കഴിക്കുന്നു. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. എല്ലാം നിവൃത്തിയായി. എന്നിട്ട് നമ്മളെ നോക്കി, ജാതികളായ നമ്മളെ നോക്കി പറയാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികളായ നമ്മളിൽ വാഗ്ദത്ത വിഷയം. അബ്രഹാമിനെ നോക്കി പറഞ്ഞ അതേ വാഗ്ദത്തം നമ്മുടെ മേൽ ക്രിസ്തുയേശുവിലൂടെ, ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ, യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ, ആ രക്തത്തിലൂടെ, ആ കുഞ്ഞാടിന്റെ യാഗത്തിലൂടെ നമ്മുടെ മേൽ തന്നു കഴിഞ്ഞിരിക്കുന്ന. എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അതാ നമ്മുടെ അനുഗ്രഹം. അബ്രഹാമിന്റെ അനുഗ്രഹം പറഞ്ഞോ, നിന്റെ അനുഗ്രഹത്തിന് ലിമിറ്റ് ഇല്ല. ലിമിറ്റ് ഉണ്ടോ? നക്ഷത്രങ്ങൾക്ക് ലിമിറ്റ് ഉണ്ടോ? ഇല്ല. ഈ കടൽക്കരയിലെ മണലിന് ലിമിറ്റ് ഉണ്ടോ? ഇല്ല. അതുപോലെ ആയിരിക്കും നമ്മുടെ അനുഗ്രഹം. പുത്ര സമ്പാദന മാത്രമല്ല, ഹല്ലേലൂയ, നമ്മുടെ സകല സമ്പത്തും, നമ്മുടെ സന്തതികളും, നമ്മുടെ അനുഗ്രഹങ്ങളും തലമുറയോളം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഈ വാഗ്ദത്തം അബ്രഹാമിന് കൊടുക്കുമ്പോ ക്രിസ്തുവിനെ വിശ്വസിച്ച മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അകത്ത് ഈ അനുഗ്രഹം അബ്രഹാമിന്റെ ക്രിസ്തുവേശുവിടെ നമ്മുടെ മേൽ വന്നിരിക്കുന്നു. മാത്രമോ അല്ല, ക്രിസ്തുവിന്റെ കൂട്ടവകാശി, ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശി. ഭൗതികത്തിൽ അബ്രഹാമിന്റെ അനുഗ്രഹമാണെങ്കിൽ സ്വർഗത്തിൽ ക്രിസ്തുവിന്റെ കൂട്ടവകാശം. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ഐ ആം ബ്ലെസ്ഡ് എന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ ആരോഗ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞ് we are the seed of Abraham, we are the seed of Abraham. Rabaka sakarabaye lo shahatani
നിങ്ങൾക്ക് സമ്പത്താണോ ആവശ്യം? ദൈവം തന്നെ സ്വർഗത്തിന്റെ കാലവറകൾ തുറന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. അബ്രഹാം ബഹുസമ്പന്നൻ. He's extremely rich. Abraham was extremely rich. എന്തിലൊക്കെ അബ്രഹാം സമ്പന്നനായിരുന്നു എന്നറിയാമോ? പൊന്നില്, വെള്ളിയില്, ആടുമാടുകളിൽ, ദാസിദാസന്മാരിൽ ബഹുസമ്പന്നൻ. ആ സമ്പത്ത് ക്രിസ്തുവേശുവിലൂടെ. ക്രിസ്തു എന്തിനും ദരിദ്രനാന്നറിയാമോ? നമ്മുടെ സമ്പന്നനാക്കാൻ. ആരുടെ സമ്പത്ത്? അബ്രഹാമിന്റെ സമ്പത്ത്. ക്രിസ്തുവിന്റെ കൂട്ടവകാശം എവിടെയെന്നറിയാമോ? ആത്മമണ്ഡലത്തിൽ. അയ്യോ, നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ഭൗതികമായി നമ്മൾ അനുഭവിക്കേണ്ട സകല നന്മകളും അനുഭവിക്കണമെന്ന്. ദരിദ്രനായി മരിക്കാൻ ഈ ബൈബിൾ അനുശാസിക്കുന്നില്ല. യേശു കർത്താവ് ദരിദ്രനായത് എന്തിനാ? നമ്മെ സമ്പന്നനാക്കാനാ. രോഗിയായി മരിച്ചു തീരാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. യേശു കർത്താവ് രോഗം ചികിത്സിച്ചത് എന്തിനാ? യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്തിനാ? അവന്റെ അടിപ്പിടാനുള്ള സൗഖ്യത്തെ തരാൻ. ആരോഗ്യമായിരുന്ന കർത്താവിന്റെ വിളി, കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ പറന്നുയരണം, പറന്നുയരണം, പറന്നുയരണം. മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ കർത്താവിന്റെ കാഹളനാദം കേട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോഴോ ക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്തുവാ? അബ്രഹാമിന് എന്തുവാ കിട്ടിയേ? പറഞ്ഞേ. അബ്രഹാം ഈ ലോകത്ത് വിശ്വാസത്തിന്റെ പിതാവൊക്കെ, വിശ്വാസികളുടെ പിതാവൊക്കെ തന്നെയാ, ബഹുസമ്പന്നനൊക്കെ തന്നെയാണ്. മരിച്ചിട്ടോ? മരിച്ച ശേഷമോ സ്വർഗത്തിൽ എന്ത് കിട്ടി? പർദീസ, പാരഡൈസ് അബ്രഹാമിന്റെ പേരിൽ എഴുതി കൊടുക്കുക. അബ്രഹാമിന്റെ മടിത്തട്ട് എന്ന് പേരും കൊടുത്തു. ക്രിസ്തുവിന്റെ കൂട്ടവകാശി. കർത്താവ് പറയുന്നു, ഞാൻ ഭവനം ഒരുക്കാൻ പോകുന്നു. ഭവനം ഒരുക്കിയ ശേഷം വേഗത്തിൽ ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. അതിന് ആ കാലഘട്ടത്തിലേക്കുള്ള യാത്രയില്ല. നമ്മൾ ഓരോരുത്തരും വിശ്വാസം കൈവിടരുത്, പ്രത്യാശ കൈവിടരുത്. കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമോ, എത്രത്തോളം വിശ്വാസത്തിൽ വളരുവാൻ കഴിയുമോ, എത്രത്തോളം താഴാൻ കഴിയുമോ, മനുഷ്യരെ എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമോ, എത്രത്തോളം സഹായിക്കാൻ കഴിയുമോ, അത്രത്തോളം നിങ്ങൾ ചെയ്തോണം. കാരണം യേശു വരാറായി. യേശു കർത്താവിന്റെ കാഹളനാദം കേൾക്കാറായി. Get ready. ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടനുസരിച്ചോണം. ദൈവം എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തോണം. ഇന്ന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ. കർത്താവേ, എന്റെ ജീവിതത്തെ ഞാൻ നിങ്ങൾക്ക് യാഗമായി തരികയാ. ഒന്ന് പറഞ്ഞേ. എന്റെ ലൈഫിനെ, എന്റെ ചിന്തകളെ, എന്റെ ഇഷ്ടങ്ങളെ അപ്പാ അങ്ങയുടെ മുമ്പിൽ യാഗമായി തരികയാണ്. കർത്താവെ, അങ്ങേക്കാൾ മറ്റൊന്നിനെയും ഞാൻ സ്നേഹിക്കുന്നില്ലെന്നൊരു തീരുമാനം എടുക്കുക. Come on. അങ്ങേക്കാൾ മറ്റൊന്നിനെയും ഞാൻ സ്നേഹിക്കുന്നില്ല. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല.